المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും ഏറ്റവും വലിയ മഹത്തായ ഒരു ഗുണമാണ് സൽസ്വഭാവം എന്നുള്ളത്. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതും സൽസ്വഭാവത്തെക്കുറിച്ചായിരുന്നു. സൂറത്തുൽ ഖലമിലൂടെ നമുക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ, താങ്കൾ ഏറ്റവും വലിയ സൽസ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. മഹാനായ ഹിശാം ബിൻ അബ്ദുള്ള അൻസാരിയായ അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് മഹദി പറഞ്ഞത് ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനാണ്. മാത്രമല്ല നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, ബിർറ് എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. അപ്പോൾ സഹോദരങ്ങളെ, സൽസ്വഭാവമുള്ളവരായി നാം മാറേണ്ടതുണ്ട്. ആ നല്ല സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഈ ദുനിയാവിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായിരിക്കുന്നത് എന്നുപോലും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഞാൻ നിയോഗിതനായി തീർന്നിരിക്കുന്നത് എന്ന് ആ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാൻ പൂർത്തിയായി തീരണമെങ്കിൽ സൽസ്വഭാവം ആവശ്യമാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടായിത്തീരുമ്പോൾ മാത്രമാണ് മുഅ്മിനീങ്ങളുടെ ഈമാൻ അത് പൂർത്തിയായി തീരുന്നത് എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, നല്ല സൽസ്വഭാവമുള്ളവരിൽ നിന്ന് നന്മ മാത്രമേ വരികയുള്ളൂ. അവൻ സത്യസന്ധനും വിശ്വാസിയും സൽസ്വഭാവിയും അതേപോലെ തന്നെ വിനയമുള്ളവനും ലജ്ജയുള്ളവനുമൊക്കെ ആയിരിക്കും അവൻ. അതുകൊണ്ട് നമ്മളും ഏറ്റവും നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി മാറേണ്ടതുണ്ട്. നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരും സൽസ്വഭാവമുള്ളവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതില്ലേ, അക്തറു മാ യുദ്ഖിലുൽ ജന്ന തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖ്, ഏറ്റവും അധികം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സൽസ്വഭാവമുള്ളവരും അതേപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുമായിരിക്കുമെന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും വിനയമുള്ളവരായി ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മാതൃകയായിട്ടുള്ളത്, അള്ളാഹു അവൻ്റെ ഖുർആനിൽ എന്തൊക്കെ നന്മയാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ നന്മകളൊക്കെ നമ്മൾ വാരി പുണരേണ്ടതുണ്ട്. അതൊക്കെ എല്ലാ നന്മകളും അത് സൽസ്വഭാവമാണ് എന്നാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും സൽസ്വഭാവമുള്ളവരായി മാറുക. അള്ളാഹുവിൻ്റെ സ്വർഗീയാരാമത്തിൽ സൽസ്വഭാവമുള്ളവരായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. നാഥൻ നമുക്കെല്ലാവർക്കും വിനയമുള്ളവരായി, സത്യസന്ധരായി, ലജ്ജയുള്ളവരായി, അങ്ങനെയുള്ളവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
يحمل هم هدي الجاليات بآيات الكتاب البينات، بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين، فضجوا بالشهادة ناطقين.